രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം. യഹൂദ രാജാവായ അഹസ്യാവിൻ്റെ മകനായ യോവാഷിൻ്റെ 23-ാം ആണ്ടിൽ യേഹൂവിൻ്റെ മകനായ യഹോവാഹാസ് ഇസ്രായേലിനു രാജാവായി ശമരിയിൽ 17 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതു ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരബയാമിൻ്റെ പാപങ്ങളെ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. ആകയാൽ യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ അരാം രാജാവായ ഹസായേലിൻ്റെ കയ്യിലും ഹസായേലിൻ്റെ മകനായ ബെൻഹദദിൻ്റെ കയ്യിലും നിരന്തരം വിട്ടുകൊടുത്തു. എന്നാൽ യഹോവാഹാസ് യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചു. അരാം രാജാവ് ഇസ്രായേലിനെ ഞെരുക്കിയ ഞെരുക്കം യഹോവ കണ്ടിട്ട് അവൻ്റെ അപേക്ഷ കേട്ടു. യഹോവ ഇസ്രായേലിന് ഒരു രക്ഷകനെ കൊടുത്തതുകൊണ്ട് അവർ അരാമ്യരുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇസ്രായേൽ മക്കൾ പണ്ടത്തെ പോലെ തങ്ങളുടെ കൂടാരങ്ങളിൽ വസിപ്പാൻ സംഗതി വന്നു. എങ്കിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരബയാം ഗ്രഹത്തിൻ്റെ പാപങ്ങളെ അവർ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. അശേര പ്രതിഷ്ഠയ്ക്ക് ശമരിയേൽ നീക്കം വന്നില്ല. അവൻ യഹോവാഹാസിന് 50 കുതിരച്ചേവകരെയും 10 രഥങ്ങളെയും 10,000 കാലാളുകളെയും അല്ലാതെ മറ്റു യാതൊരു പടജനത്തെയും ശേഷിപ്പിച്ചില്ല. അരാം രാജാവ് അവരെ നശിപ്പിച്ച് മെതിക്കളത്തിലെ പൊടി പോലെ ആക്കിയിരുന്നു. യഹോവാഹാസിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ്റെ പരാക്രമ പ്രവൃത്തിയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോവാഹാസ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമര്യയിൽ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യോവാഷ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ യോവാഷിൻ്റെ 37-ാം ആണ്ടിൽ യഹോവാഹാസിൻ്റെ മകനായി യോവാഷ് ഇസ്രായേലിനു രാജാവായി ശമരിയയിൽ 11 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരബയാമിൻ്റെ സകല പാപങ്ങളെയും അവൻ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. യോവാഷിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാവായ അമസ്യാവോട് യുദ്ധത്തിൽ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോവാഷ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. യൊരബയാം സിംഹാസനം കയറി. യോവാഷിനെ ശമരിയയിൽ ഇസ്രായേൽ രാജാക്കന്മാരോടുകൂടെ അടക്കം ചെയ്തു. ആ കാലത്ത് ഏലീശ മരണഹേതുകമായ രോഗം പിടിച്ചു കിടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാഷ് അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ മുഖത്തിന്മീതെ കുനിഞ്ഞു കരഞ്ഞു. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളുമായുള്ളവേ എന്ന് പറഞ്ഞു. ഏലീശ അവനോട് അമ്പും വില്ലും എടുക്ക. അവൻ അമ്പും വില്ലും എടുത്തു. അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വയ്ക്ക എന്ന് പറഞ്ഞു. അവൻ കൈവച്ചപ്പോൾ ഏലീശ തൻ്റെ കൈ രാജാവിൻ്റെ കൈമേൽ വച്ചു. കിഴക്കേ കിളിവാതിൽ തുറക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ അത് തുറന്നപ്പോൾ എയ്ക എന്ന് ഏലീശ പറഞ്ഞു. എയ്താറെ അവൻ, അത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. നീ അഫേക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമെന്ന് പറഞ്ഞു. അമ്പെടുക്ക എന്നവൻ പറഞ്ഞു. അവൻ എടുത്തു. നിലത്തടിക്ക എന്നവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു. നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു. എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ച ശേഷം സംഹരിക്കുമായിരുന്നു. ഇപ്പോഴോ നീ അരാമ്യരെ 3 പ്രാവശ്യം മാത്രം തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഏലീശ മരിച്ചു. അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലീശാവിൻ്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണ് ഏലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. എന്നാൽ യഹോവാഹാസിൻ്റെ കാലത്തൊക്കെയും അരാമ്യ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ ഞെരുക്കിക്കൊണ്ടിരുന്നു. യഹോവയ്ക്ക് അവരോട് കരുണയും മനസ്സലിവും തോന്നി. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടുള്ള തൻ്റെ നിയമനിമിത്തം അവൻ അവരെ കടാക്ഷിച്ചു. അവരെ നശിപ്പിപ്പാൻ അവന് മനസ്സായില്ല. ഇതുവരെ തൻ്റെ സുമുഖത്തു നിന്നും അവരെ തള്ളിക്കളഞ്ഞതുമില്ല. അരാം രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ അവൻ്റെ മകനായ ബെൻഹദദ് അവന് പകരം രാജാവായി. യഹോവാഹാസിൻ്റെ മകനായ യഹോവാഷ് തൻ്റെ അപ്പനായ യഹോവാഹാസിനോട് ഹസായേൽ യുദ്ധത്തിൽ പിടിച്ചിരുന്ന പട്ടണങ്ങളെ അവൻ്റെ മകനായ ബെൻഹദദിനോട് തിരികെ പിടിച്ചു. 3 പ്രാവശ്യം യോവാഷ് അവനെ തോൽപ്പിക്കുകയും ഇസ്രായേലിൻ്റെ പട്ടണങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്തു.